വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 13ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്ലോകങ്ങൾ 61 മുതൽ 65 വരെ, നാമങ്ങൾ 567 മുതൽ 614 വരെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 61ാം ശ്ലോകം. സുധന്വാ ഖണ്ഡപരശുദ്ധാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോ നിജ. സുധന്വാ ഖണ്ഡപരശു ദാരുണ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃഗ്വ്യാസ വാചസ്പതിരയോനിജ. ഇവിടെ 7 നാമങ്ങളാണ് വരുന്നത്. സുധന്വാ, ധനുസ് എന്നാൽ വില്ല്, ശാർങ്കം ശോഭനമായ വില്ലോട് കൂടിയവൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഖണ്ഡപരശു, പരശു എന്നാൽ മഴു എന്നർത്ഥം. ശത്രുക്കളെ ഖണ്ഡിക്കുന്നതിനായി വെൺമഴു ധരിച്ചവൻ പരശുരാമൻ എന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ജമദഗ്നിയുടെ മകനായി വിഷ്ണുവിൻ്റെ 6ാം അവതാരമായിട്ടാണ് പരശുരാമൻ വരുന്നത്. അഖണ്ഡപരശു എന്നെടുത്താൽ അഖണ്ഡമായ ഉടയാത്ത മഴു ധരിച്ചവനെന്ന് പറയാം. ദാരുണ, സന്മാർഗ വിരോധികൾക്ക് കഠോരനാണ് വിഷ്ണു എന്ന് പറയുന്നു. ദ്രവിണപ്രദ, ദ്രവിണമെന്നാൽ ധനം എന്നാണ് അർത്ഥം. സമ്പത്ത്, ശക്തി, സാമർഥ്യം, വിക്രമം എന്നിവ പ്രദാനം ചെയ്യുന്നവനാണ് ദ്രവിണപ്രദൻ എന്ന് പറയുന്നു. ദിവസ്പൃക്, ദിവസ് എന്നാൽ ആകാശം, ആകാശത്തെ സ്പർശിച്ച് നിൽക്കുന്നവനെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സർവദൃഗ്വ്യാസ, സർവവും കാണുന്നവൻ അല്ലെങ്കിൽ കണ്ടവൻ എന്ന് പറയാം. സർവദൃക് എന്നതുകൊണ്ട്. വ്യാസ എന്നതുകൊണ്ട് വേദങ്ങളെ വ്യസിച്ചവനെന്നും പറയുന്നു. സർവദൃക്കായ വ്യാസൻ എന്ന ഈ 2 നാമങ്ങളും ചേരുമ്പോൾ പറയാം, അതായത് സർവജ്ഞനായ വ്യാസൻ. വാചസ്പതിരയോനിജ, 2 വാക്കുകളാണ് ഇവിടെ, വാചസ്പതി എന്നും അയോനിജ എന്നും. വാചസ്പതി എന്നാൽ വാക്കിൻ്റെ, അതായത് വിദ്യയുടെ പതി, യോനി വഴിയല്ലാതെ ജനിച്ചവൻ. സ്വയംഭൂ എന്നാണ് അയോനിജ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാചസ്പതിയും അയോനിജനുമായവൻ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. 62ാം ശ്ലോകം. ത്രിസാമാസാമകസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തി പരായണ. ഇവിടെ 12 നാമങ്ങളുണ്ട്. ത്രിസാമ, സാമക, സാമ, നിർവാണം, ഭേഷജം, ഭിഷക്, സന്യാസകൃത്, ശമ, ശാന്ത, നിഷ്ഠ, ശാന്തി, പരായണം എന്നിവയാണ് 12 നാമങ്ങൾ. ത്രിസാമ, 3 സാമങ്ങളോട് കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സാമവേദത്തിലെ 3 പ്രധാന മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. സാമക, സാമത്തെ ഗാനം ചെയ്യുന്നവനെന്ന് അർത്ഥം പറയുന്നു. സാമ, സാമവേദം വിഷ്ണു തന്നെയാണ് എന്ന് പറയുന്നു. നിർവാണം, നിർവാണം എന്നാൽ മോക്ഷപ്രാപ്തി എന്ന് പറയാം. മായ, പ്രകൃതി എന്നിവയിൽ നിന്ന് മോചനം നേടി പരമാത്മാവിൽ ലയിക്കുന്നു എന്ന് പറയാം. ഭേഷജം, മരുന്നാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. സംസാര ദുഃഖമാകുന്ന രോഗത്തിന് ഒറ്റമൂലിയാണ് വിഷ്ണു എന്നാണ് അർത്ഥമാക്കുന്നത്. ഭിഷക്, വൈദ്യനാണ് വിഷ്ണു എന്ന് പറയുന്നു. സംസാര ദുഃഖമാകുന്ന രോഗത്തിന് ചികിത്സ നൽകുവാനാകുന്ന വൈദ്യനാണ് വിഷ്ണു എന്ന് അർത്ഥം. സന്യാസകൃത്, മോക്ഷലബ്ധിക്ക് വേണ്ട 4ാമത്തെ ആശ്രമമാണ് സന്യാസം എന്ന് പറയുന്നു. സന്യാസത്തിൻ്റെ കർത്താവാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ശമ, ശമം, സമചിത്തത എന്നത് ബ്രഹ്മജ്ഞാനത്തിനുള്ള സാധനയിൽ അതിപ്രധാനമാണ്. ശമത്തെ പ്രചോദിപ്പിച്ച് വളർത്തുന്നവനാണ് വിഷ്ണു. ശാന്ത, വിഷ്ണു ശാന്താകാരനാണ് എന്ന് പറയുന്നു. നിഷ്ഠ, സങ്കേതമെന്ന് അർത്ഥം പറയാം. പ്രളയകാലത്ത് ഭൂതജാലങ്ങളുടെ അന്തിമ സങ്കേതമാണ് വിഷ്ണു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യം, ധർമ്മം, ന്യായം എന്നിവയിൽ അചഞ്ചലമായി നിൽക്കുന്ന ദൈവികമായ ഗുണവിശേഷമാണ് നിഷ്ഠ എന്ന് പറയുന്നു. ശാന്തി, വിഷ്ണു ശാന്തി സ്വരൂപനാണ് എന്നർത്ഥമാക്കുന്നു. പരായണം, പരമമായ അയനം അഥവാ പ്രാപ്യസ്ഥാനം ആണ് വിഷ്ണു എന്നാണ് പറയുന്നത്. 63ാം ശ്ലോകം. ശുഭാംഗ ശാന്തിദ സ്രഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ശുഭാംഗ, ശാന്തിദ, സ്രഷ്ട, കുമുദ, കുവലേശയ, ഗോഹിത, ഗോപതി, ഗോപ്ത, വൃഷഭാക്ഷ,
വൃഷപ്രിയ എന്നിവയാണ് 10 നാമങ്ങൾ. ശുഭാംഗ്, ശുഭമായ സുന്ദരമായ അംഗത്തോടു കൂടിയവൻ, ശരീരത്തോടു കൂടിയവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ശാന്തിത, ശാന്തിയെ പ്രദാനം ചെയ്യുന്നവനെന്നാണ് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. സ്രഷ്ട, സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുന്നവനാണ് സ്രഷ്ടാവ്. വിഷ്ണു സ്രഷ്ടാവാണെന്ന് പറയുന്നു. കുമുദ, കു എന്നതിന് ഭൂമി എന്നും മുദ എന്നതിന് മോദിക്കുന്നവനെന്നും അർത്ഥം വരുന്നതിനാൽ ഭഗവാൻ വിഷ്ണു ഭൂമിദേവിയിൽ സാനന്ദം രമിക്കുന്നവനാണ് എന്ന് കാണാം. കുവലേശയ, കുവലത്തിൽ താമരയിൽ ശയിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. കു എന്നതിന് ഭൂമിയെന്ന് അർത്ഥമെടുത്താൽ ഭൂമിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിന് കുവലം എന്ന് പറയാമത്രേ. അതായത് പാലാഴിയിൽ ശയിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കാം. ഭൂമിയിൽ ഇഴഞ്ഞു സഞ്ചരിക്കുന്നവൻ സർപ്പമെന്നും പറയാമത്രേ. അപ്പോൾ അനന്തശേഷനിൽ ശയിക്കുന്നവനെന്ന് അർത്ഥം വരും. ഗോഹിത, ഗോക്കൾക്ക് ഹിതത്തെ ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയുന്നു. ഗോപതി, ഗോ എന്നതിന് ഭൂമി എന്ന അർത്ഥമെടുത്താൽ ഭൂമിയുടെ നാഥനെന്ന് അർത്ഥം പറയാം. ഗോപ്ത, സമസ്ത സൃഷ്ടിയുടെയും രക്ഷിതാവ് എന്നാണ് അർത്ഥം പറയുന്നത്. വൃഷഭാക്ഷ, വൃഷഭമെന്നാൽ ധർമ്മമെന്ന് നാം കണ്ടതാണ്. ധർമ്മമാകുന്ന അക്ഷികളോട് കൂടിയവൻ എന്നാണ് ഇതിനർത്ഥം. ധർമ്മം കണ്ണായിട്ടുള്ളവൻ ആണ് വിഷ്ണു. വൃഷപ്രിയ, വൃഷം എന്നാൽ ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണു ധർമ്മപ്രിയനാണ് എന്ന് കാണാം. 64-ാം ശ്ലോകം. അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷാഹ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര. ഈ ശ്ലോകത്തിൽ 9 നാമങ്ങൾ കാണാം. അനിവർത്തി, നിവൃത്താത്മാ, സംക്ഷേപ്ത, ക്ഷേമകൃത്, ശിവ, ശ്രീവത്സവക്ഷാഹ, ശ്രീവാസ, ശ്രീപതി, ശ്രീമതാംബര എന്നിവയാണ് 9 നാമങ്ങൾ. അനിവർത്തി, നിവർത്തനമെന്നാൽ പിന്തിരിയൽ എന്നർത്ഥം. പിന്മടങ്ങാത്തവനാണ് വിഷ്ണു എന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ധർമ്മസംസ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്തവനാണ് വിഷ്ണു. നിവൃത്താത്മാ, വിഷയങ്ങളിൽ നിന്ന് എന്നും വിട്ടുനിൽക്കുന്ന ആത്മാവോടുകൂടിയവനാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു. സംക്ഷേപ്ത, സംക്ഷിപ്തമാക്കുക, ചുരുക്കുക എന്നർത്ഥം പറയാം. സംഹാരകാലത്ത് എല്ലാത്തിനെയും തന്നിലേക്ക് ഒതുക്കി ബീജരൂപത്തിൽ സംക്ഷിപ്തമാക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ഷേമകൃത് ശിവ, ക്ഷേമകൃത് ശിവ എന്ന് 2 വാക്കുകൾ ചേർന്നതാണ് ഈ നാമം. ക്ഷേമകൃത്, ക്ഷേമം ചെയ്യുന്നവനാണ് വിഷ്ണു. ഇവിടെ യോഗക്ഷേമം ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് അർത്ഥം പറയാം. ശിവ, ശിവമെന്നാൽ ശുഭം, ശുഭം ചെയ്യുന്നവൻ ശിവൻ. വിഷ്ണുവും ശിവനും ഒന്നു തന്നെയെന്ന് പറയുന്നു. ശ്രീവത്സവക്ഷാഹ, വക്ഷസ്സിൽ നെഞ്ചിൽ ശ്രീവത്സം എന്ന അടയാളമുള്ളവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ലക്ഷ്മീ ദേവിയുടെ വാസസ്ഥലമാണ് വിഷ്ണുവിൻ്റെ വക്ഷസ്. ശ്രീവാസ, ശ്രീയുടെ വാസസ്ഥലം. ശ്രീ എന്നാൽ ലക്ഷ്മീ ദേവി ആണ് വിഷ്ണു എന്നർത്ഥം. ശ്രീപതി, ലക്ഷ്മീപതി എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ശ്രീമതാംബര, ശ്രീമാന്മാരിൽ വരൻ, ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ഋക്ക്, യജുസ്, സാമം എന്നീ വേദങ്ങളാണ് ശ്രീ എന്ന് പറയുന്നു. ഇവ ഉൾക്കൊള്ളുന്നവരാണ് ശ്രീമാന്മാർ, ബ്രഹ്മാദികൾ. ഇവരിൽ മുഖ്യനാണ് ശ്രീമതാംബരൻ. 2 വാക്കുകളാണെങ്കിലും ഒരു നാമമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 65-ാം ശ്ലോകം. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ശ്രീധ, ശ്രീശ, ശ്രീനിവാസ, ശ്രീനിധി, ശ്രീവിഭാവന, ശ്രീധര, ശ്രീകര, ശ്രേയ, ശ്രീമാൻ, ലോകത്രയാശ്രയ എന്നീ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ. ശ്രീധ, ശ്രീയെ ദാനം ചെയ്യുന്നവൻ. ശ്രീശ, ശ്രീയുടെ ഈശ്വരൻ. ശ്രീനിവാസ, ശ്രീമാന്മാരിൽ സദാ നിവസിക്കുന്നവൻ അല്ലെങ്കിൽ ലക്ഷ്മീദേവിയുടെ വാസസ്ഥലം. ശ്രീനിധി, ശ്രീക്ക് നിദാനം, ഇരിപ്പിടമായവൻ. ശ്രീവിഭാവന, എല്ലാവർക്കും അവനവൻ്റെ കർമ്മമനുസരിച്ച് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൻ. ശ്രീധര, ശ്രീയെ ധരിച്ചുകൊണ്ടിരിക്കുന്നവൻ, ശ്രീദേവി എന്നും ഹൃദയത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന് പറയാം.
ശ്രീകര, ശ്രീയെ ഉണ്ടാക്കുന്നവൻ. ശ്രേയ, ശ്രേയസ്സായി സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ വിഷ്ണു ശ്രേയസ്സാണ്, ശാശ്വത സുഖരൂപനാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീമാൻ, ശ്രീയുള്ളവനാണ് വിഷ്ണു. ലോകത്രയാശ്രയ, 3 ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനാണ് വിഷ്ണു. നമ്മളിപ്പോൾ 65 ശ്ലോകങ്ങളും 614 നാമങ്ങളും മനസ്സിലാക്കി. ഇന്നത്തെ 5 ശ്ലോകങ്ങൾ നമുക്ക് ചെല്ലാം. സുധന്വാ ഖണ്ഡപരിശുദ്ധാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോ നിജ ത്രിസാമാസാമകസാമനിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തി പരായണ ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദകുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷാഃ ശ്രീവാസ ശ്രീപതി ശ്രീമതാംബര ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. കൂടുതൽ നാമങ്ങൾ അടുത്ത വീഡിയോയിൽ.